Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. Real numbers last exercise 1.4. The first question, without actually performing the long division, state whether the following rational numbers will have a terminating decimal expansion or non-terminating repeating decimal expansion. അപ്പോൾ അതിൻ്റെ അകത്ത് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് ചെയ്യാം. First question, first one, rational form തന്നിട്ടുണ്ട് 13/3125. എന്താ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഇത് 13/3000 അങ്ങനെ ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ ഡിവൈഡ് ചെയ്യാതെ തന്നെ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ അതോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 തിയറം ഒക്കെ സ്റ്റേറ്റ് ചെയ്തായിരുന്നു. അവിടെ P/Q ഫോമിൽ തന്നിരിക്കുന്ന ഒരു റാഷണൽ നമ്പറിൻ്റെ ക്യൂവിൻ്റെ ഫോം എങ്ങനെയാണെങ്കിലാണ് when Q is of the form 2 raised to m into 5 raised to n, where m and n are non-negative integers. ഡിനോമിനേറ്ററിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ അകത്ത് 2ഉം 5ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? ടെർമിനേറ്റിംഗ് ആയിരിക്കും. അതല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഹിയർ Q is equal to 3125. അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3125 ഡിവിസിബിൾ ബൈ 5 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 625 വരും. എഗെയിൻ 5 കൊണ്ട് ഡിവിസിബിൾ ആണ് 125. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 എന്ന് പറയുന്നത് 5 into 5. സോ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ ക്യൂവിൻ്റെ ഫോം എങ്ങനെ കിട്ടിയത്? 3125 എന്ന് പറയുന്നതിനെ 5 into 5 അല്ലെങ്കിൽ 5 raised to 5 എന്ന് എഴുതാം അല്ലേ? ദറ്റ് ഈസ് Q is of the form 2 raised to m into 5 raised to n. ഹിയർ m എന്താ? 2ൻ്റെ പവർ 0 ആയ, അല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ എഴുതിയാൽ ക്യൂവിൻ്റെ ഫോം 2 raised to 0 into 5 raised to 5 എന്ന് എഴുതാം. വേർ m equal to 0 and n equal to 5. അപ്പോൾ ഇത് ക്യൂവിൻ്റെ 2 raised to m into 5 raised to n എന്നുള്ള ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. സോ അതിൻ്റെ ആൻസറിങ് നമുക്ക് ഇങ്ങനെ എഴുതാം. സിൻസ് the denominator അല്ലെ Q is of the form എന്ന് എഴുതിയാലും മതി കേട്ടോ, has only 5 as its factor, 13/3125 has a terminating decimal expansion. Terminating decimal expansion. Terminating decimal expansion. Second question, 17/8. ഇപ്പോൾ ഇവിടെ Q ഏതാണ്? Q is equal to 8. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇത് കോപ്രൈം ആയിട്ടാണോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. അതെ, 17ഉം 8ഉം കോപ്രൈം ആണ്. അതിന് കോമൺ ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് Q എന്ന് പറയുന്നത് 8 ആയിട്ട് എടുക്കാം. അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 8 is equal to 2 cube. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ 17/8 എന്ന് പറയുന്നത് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണ്. കാരണം എന്താ? ഇവിടെ നമുക്ക് 2ൻ്റെ ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. 2ഓ 5ഓ അല്ലെ ബോത്ത് 2 and 5 ഇങ്ങനെ മാത്രം എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിട്ട് കിട്ടുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഇനി എന്താ എഴുതേണ്ടത്? സിൻസ് ദ ഡിനോമിനേറ്റർ Q is of the form 2 raised to m into 5 raised to n. ബ്രാക്കറ്റിൽ വേണം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എഴുതാം. 2 raised to 3 into 5 raised to n എന്ന് പറയുന്നതിനെ 5 raised to 0 എന്ന് എഴുതാം. 5 raised to 0 എന്ന് പറയുമ്പോൾ 1 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 5 ഇല്ലാതെ കിട്ടുമ്പോഴേക്കും ഇതുപോലെ 5 raised to 0 എന്ന് എഴുതിയാൽ മതി. 17/8 has a terminating decimal expansion. Terminating decimal expansion. Third question, 64/455. ഇവിടെ 64ഉം 455ഉം കോപ്രൈം ആണ്. അതുകൊണ്ട് നമുക്ക് Q ആയിട്ട് എന്തെടുക്കാം?
ഡിനോമിനേറ്റർ ക്യൂ ഇസ് ഈക്വൽ ടു 455. ഇനി 455നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 455 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 91 ഏത് നമ്പർ കൊണ്ടാണ് ഡിവിസിബിൾ ആവുന്നത്? 7 കൊണ്ട് ഡിവിസിബിൾ. ഓർക്കുന്നുണ്ടോ 7ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ്? ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ട്വൈസ് എടുക്കുക, അപ്പോൾ 2 കിട്ടും. 9 - 2 7. അപ്പോൾ ഈ നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പം 91/7 ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. 13 പ്രൈം നമ്പർ ആയതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. സോ Q ഇസ് ഈക്വൽ ടു ഏത് ഫോമില വരുന്നത്? 5 × 7 × 13. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും? ക്ലിയർലി ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ Q എന്ന് പറയുന്നത് 5 മാത്രമല്ല 7 13 അങ്ങനെ നമ്പേഴ്സ് ഒന്നും വരാൻ പാടില്ല. 2ൻ്റെയും 5ൻ്റെയും ഫാക്ടേഴ്സ് മാത്രമേ Qൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ അകത്ത് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ക്ലിയർലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ്, അതായത് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. സിൻസ്, അപ്പോൾ നമുക്ക് എഴുതേണ്ടത് ഇങ്ങനെ എഴുതിയാൽ മതി. സിൻസ് ദ ഡിനോമിനേറ്റർ, അല്ലെങ്കിൽ സിൻസ് ദ ഡിനോമിനേറ്റർ Q is not in the form of 2m into 5n. Therefore 64/455 has a non-terminating repeating decimal expansion. അടുത്ത ക്വസ്റ്റ്യൻ 15/1600. ക്വസ്റ്റ്യൻ നമ്പർ 4, 15/1600. ഇപ്പോൾ ഇത് കോപ്രൈം ആയിട്ടാണോ? 15ഉം 1600ഉം കോപ്രൈം നമ്പേഴ്സ് ആണോ? അല്ല. കാരണം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് 5 കൊണ്ട് ഈ രണ്ട് നമ്പേഴ്സും ഡിവിസിബിൾ ആണ്. അപ്പം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15ഉം, ഇതിനെ ആദ്യം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3/320. 3/320. ഇനി Q ആയിട്ട് ഏതാ എടുക്കേണ്ടത്? ഹിയർ Q ഇസ് ഈക്വൽ ടു 320. 320നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 320 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 64, 2, 32, 2, 16, 2, 8, 2, 4. 2 2s are 4. So Q is equal to 2 raised to 6 into 5. 2 raised to 6 into 5. Here Q is of the form 2 raised to m into 5 raised to n. So the corresponding decimal expansion terminates. അതായത് തന്നിരിക്കുന്ന 15/1600ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെന്ന് എഴുതാം. പിന്നെ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണ്? സിൻസ്, അത് എല്ലായിടത്തും ഒരേപോലെ തന്നെ എഴുതേണ്ടത്. സിൻസ് the denominator, since Q is of the form 2 raised to m into 5 raised to n, ബ്രാക്കറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എഴുതാം 2 raised to 6 into 5, then the number that is 15/1600 has a terminating decimal expansion. 5th question 29/343. 29ഉം 343ഉം കോപ്രൈം ആണ്. സോ ഹിയർ Q is equal to 343. 343 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 7 കൊണ്ട് ഡിവിസിബിൾ ആണ് ഈ നമ്പർ. 34 - 6 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് കിട്ടും. സോ 7 × 49.
7 into 49 343 ആണ്. Again 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 7 7s are 49. So Q is equal to എന്തെന്നാ കിട്ടിയത്? 7 ക്യൂബ്. അപ്പോൾ Q എന്ന് പറയുന്നത് 2 raised to m into 5 raised to n എന്നുള്ള ഫോമിലാണോ? അല്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. Since the denominator is not in the form, since Q is not in the form of 2 raised to m into 5 raised to n, then the number 29 by 343 has a non-terminating repeating decimal expansion. Non-terminating repeating decimal expansion. അടുത്തത് 6th question. 23 divided by 2 cube into 5 square. 23 divided by, ഇതിപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ട, ഓൾറെഡി നമുക്ക് ആ ഫോമിൽ തന്നെയാണ് ഡിനോമിനേറ്റർ തന്നിരിക്കുന്നത്. ഹിയർ Q is equal to 2 raised to 3 into 5 square. സോ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും. Since Q is in the form of 2 raised to m into 5 raised to n. Here it is 2 cube into 5 square. Then the number 23 divided by 2 cube into 5 square has a terminating decimal expansion. Terminating decimal expansion. അടുത്ത question number 7. 129 divided by 2 square into 5 raised to 7 into 7 raised to 5. ഇവിടെ ഓൾറെഡി Q എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ തന്നെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം 2ഉം 5ഉം മാത്രമല്ല, എന്തുകൂടെ ഉണ്ട് ഇവിടെ? 7 ഉണ്ട്. 2ഉം 5ഉം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ഹിയർ Q is equal to 2 square into 5 raised to 7 into 7 raised to 5. Since Q is not in the form of 2 raised to m into 5 raised to n, then the number 129 divided by 2 square into 5 raised to 7 into 7 raised to 5 has a non-terminating repeating decimal expansion. Repeating decimal expansion. അടുത്തത് question number 8. 8th question. 6 by 15. ഇവിടെ 6ഉം 15ഉം കോപ്രൈം ആണോ? അല്ല. 6നും 15നെയും നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് എന്താ? 2/5 എന്ന് കിട്ടും. ഇപ്പോൾ ഇത് സിംപ്ലസ്റ്റ് ഫോമിലാണ്. 2ഉം 5ഉം കോപ്രൈം നമ്പറുമാണ്. 2 and 5 ആർ കോപ്രൈം. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് കോപ്രൈം ആണോന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ക്ലിയർലി Q is in the form of 2 raised to m into 5 raised to n. Here Q is equal to 5 is in the form of 2 raised to m into 5 raised to n. Here it is 5. അപ്പോൾ 2 raised to 0 into 5 raised to 1 എന്നുള്ള ഫോമിലാണ്. So the decimal expansion
terminates. Decimal expansion terminates. ഇതുപോലെ ക്യൂവിൻ്റെ നേച്ചർ ചെക്ക് ചെയ്യുക, ദെൻ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് എഴുതുക. 9th question 35/50. ഇവിടെയും 35ഉം 50ഉം കോപ്രൈം നമ്പേഴ്സ് അല്ല, അതുപോലെ 5 കൊണ്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ കിട്ടുന്നത്? 7/10. 7ഉം 10ഉം കോപ്രൈം ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ക്യൂ എഴുതാം. ക്യൂ ഇസ് ഈക്വൽ ടു 10. 10 എന്ന് പറയുന്നത് എന്താ? 2 × 5. പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുമ്പോൾ നമുക്ക് ക്യൂ എന്ന് പറയുന്നത് 2 × 5 ഇസ് ഓഫ് ദ ഫോം Q is of the form 2 raised to m into 5 raised to n. So the decimal expansion terminates. The decimal expansion terminates. Last question. Number 77 divided by 210. ഇവിടെ 77ഉം 210ഉം ഇത് രണ്ടും 7 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇത് കോപ്രൈം അല്ല. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 7 കൊണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11/30 എന്ന് വരും. 11/30. 11 and 30 are കോപ്രൈം. സോ ഇനി 30യുടെ പ്രൈം ഫാക്ടറൈസേഷൻ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 6, 2 വെച്ച് ചെയ്യുമ്പോൾ 3. സോ here Q is equal to 30. അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2 × 3 × 5. സോ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരിക്കും നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും? ഹാസ് എ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ബിക്കോസ് Q is not in the form of 2 raised to m into 5 raised to n. Here Q is not in the form 2 raised to m into 5 raised to n. So 11/30 has the original number 77/210 has a non-terminating repeating decimal expansion. Repeating decimal expansion. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 10 വരുന്നുണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഡെസിമൽ എക്സ്പാൻഷൻസ് ഓഫ് ദോസ് റാഷണൽ നമ്പേഴ്സ് ഇൻ ക്വസ്റ്റ്യൻ 1 എബോവ് വിച്ച് ഹാവ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻസ്. അതായത് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളതിൻ്റെയൊക്കെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. P/Q ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ളതിൻ്റെയൊക്കെ ആ ഡെസിമൽ എക്സ്പാൻഷൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? അതിൻ്റെത് ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിരുന്നു. 13/3125. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13 ഡിവൈഡഡ് ബൈ 3125. അപ്പോൾ ഇതിനെ നമുക്ക് ഡെസിമൽ ഫോമിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 13/3125 എന്ന് പറയുന്നതിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? 5 raised to 5 എന്നാണ് കിട്ടിയത്. 5 raised to 5 എന്ന് ഉള്ളതിനെ ഇനി താഴെ ഇത് 10ൻ്റെ പവറായിട്ട് എഴുതണമെങ്കിൽ സപ്പോസ് ഇവിടെ 2 raised to 5 ഉണ്ടായിരുന്നെങ്കിൽ 5 raised to 5 into 2 raised to 5 എന്നായിരുന്നെങ്കിൽ ഇത് 5 × 2 10, 10 raised to 5 എന്ന് എഴുതായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 2 raised to 5 ഞാൻ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ നമുക്ക് 2 raised to 5 മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 13 × 2 raised to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 raised to 5 is 32 ഡിവൈഡഡ് ബൈ 5 raised to 5 into 2 raised to 5 that is 10 raised to 5. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 416 എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ 10 raised to 5. അപ്പോൾ നോക്കി ഇതിൻ്റെ ഇനി ഡെസിമൽ ഫോം എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? 416/10 raised to 5 എന്ന് പറയുമ്പം 10 raised to 5 എന്ന് പറയുമ്പം 5 പ്ലേസ് മാറ്റി നമ്മൾ പോയിന്റ് കൊടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി 416 3 ഡിജിറ്റ്സ് ഉള്ളതുകൊണ്ട് 00416. അപ്പോൾ 13 ഡിവൈഡഡ് ബൈ 3125 എന്ന് പറയുന്ന P/Q ഫോമിലുള്ളതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെന്ന് നമുക്ക് കിട്ടിയായിരുന്നു. അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ വരുന്നത് 0.00416. ഇതുപോലെ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെയും
ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ 17/8. ഇതിനെ എല്ലാം 10 എന്നുള്ള പോലെ ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോഴേക്കും നമുക്കിത് പെട്ടെന്ന് ചെയ്യാം. 17/8 എന്ന് പറയുന്നത് 2 ക്യൂബ് ആണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഡിനോമിനേറ്ററിൽ എന്തുകൂടെ വേണം? 10ൻ്റെ പവർ ആയിട്ട് എഴുതണമെങ്കിൽ 5 ക്യൂബ്. അപ്പോൾ ഇൻറ്റു 5 ക്യൂബ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ കൊടുക്കുന്നു. 17 ഇൻറ്റു 5 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2125 ആണ്. ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്, ദാറ്റ് ഇസ് 10 ക്യൂബ്. സോ ദ ആൻസർ ഇസ്, ഇപ്പോൾ ഇവിടെ 3 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. അപ്പം 2.125. അപ്പം 17/8ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്താ കിട്ടുന്നത് നമുക്ക്? 2.125. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ്റെത് 64 ഡിവൈഡഡ് ബൈ 455. അതിൻ്റെ പക്ഷേ നമുക്ക് ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്യണ്ട. നോൺ ടെർമിനേറ്റിംഗ് ആയിരുന്നു. ടെർമിനേറ്റിംഗ് ആയിട്ടുള്ളതിൻ്റെ മാത്രം ചെയ്താൽ മതി. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് 15/1600. 15/1600. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് 3/320 എന്ന് കിട്ടിയിരുന്നു. സോ ഇനി 320യുടെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 2⁻6 ഇൻറ്റു 5 എന്നായിരുന്നു അത് വരുന്നത്. അപ്പോൾ നമുക്ക് 2⁻6 ഇൻറ്റു 5 ഇപ്പോൾ ഡിനോമിനേറ്ററിലുണ്ട്. അപ്പോൾ ഇത് 10 ഹയസ്റ്റ് പവറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 6 ആണ് വന്നേക്കുന്നത്. അപ്പോൾ 5നെയും 5⁻6 എന്ന് വരണമെന്നുണ്ടെങ്കിൽ എന്താ ഇവിടെ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5⁻5 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ന്യൂമറേറ്ററിലും 5⁻5 മൾട്ടിപ്ലൈ ചെയ്യും. ഇനി 3 ഇൻറ്റു 5⁻5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9375. താഴെ ഇത് 10⁻6 എന്നാവും. 5 ഇൻറ്റു 5⁻5 5⁻6 ഇൻറ്റു 2⁻6 എന്ന് പറഞ്ഞാൽ 10⁻6. സോ ദ ആൻസർ ഈസ് 9375 ഡിവൈഡഡ് ബൈ 10⁻6 എന്ന് പറയുമ്പോൾ എത്ര പ്ലേസ് മാറ്റി വേണം പോയിന്റ് ഇടാൻ? 6 പ്ലേസസ്. ഓൾറെഡി 9375 4 പ്ലേസസേ ഉള്ളൂ. അതുകൊണ്ട് 0.009375. അപ്പോൾ നമുക്ക് 15/1600ൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കിട്ടിയത് എങ്ങനെയാണ്? 0.009375. അടുത്തതിന് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ നമ്പർ 29 ഡിവൈഡഡ് ബൈ 343 എന്നായിരുന്നു. 29/343 നമുക്ക് കിട്ടിയത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അപ്പോൾ അത് ചെയ്യണ്ട. നോൺ ടെർമിനേറ്റിംഗ് ആയിരുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ 23 ഡിവൈഡഡ് ബൈ 2⁻3 ഇൻറ്റു 5 സ്ക്വയർ. 23 ഡിവൈഡ് ബൈ 2⁻3 ഇൻറ്റു 5 സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതേണ്ടത്? 23/2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ ഓൾറെഡി ഉള്ളതുകൊണ്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഇവിടെ ഹയസ്റ്റ് പവർ 3 ആണ്. അപ്പോൾ 5നെയും ⁻3 എന്ന് എഴുതണമെങ്കിൽ എക്സ്ട്രാ മുകളിലൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ ന്യൂമറേറ്ററിൽ വാല്യൂ ചേഞ്ച് ആകാതിരിക്കാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 23 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 115 ഡിവൈഡഡ് ബൈ ഇതോ 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്, ദറ്റ് ഈസ് 10 ക്യൂബ്. 10 ക്യൂബ്. അപ്പോൾ 115 ഡിവൈഡഡ് ബൈ 10 ക്യൂബ്, ദറ്റ് ഈസ് 1. So the answer is 0.115. അപ്പം 23/2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്താ വരുന്നത്? 0.115. സെവൻത്ത് ക്വസ്റ്റ്യൻ 129/2 സ്ക്വയർ ഇൻറ്റു 5�7 ഇൻറ്റു 7�5. അത് നോൺ ടെർമിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാം. അടുത്തത് 7th കഴിഞ്ഞു. 8th ക്വസ്റ്റ്യൻ 6 ഡിവൈഡഡ് ബൈ 15. ഇതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റിയപ്പോഴേക്കും 2/5 എന്നാണ് വന്നത്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 5 ഉള്ളതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 10ൻ്റെ പവർ ആയിട്ട് എഴുതണമെങ്കിൽ ഇൻറ്റു 2 ചെയ്താൽ മതി. അപ്പോൾ ന്യൂമറേറ്ററിനെ നമ്മൾ ഇൻറ്റു 2 ചെയ്തു. സോ 4 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമുക്ക് 0.4. അപ്പോൾ 6/15ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എക്സ്പാൻഷൻ 0.4. ദെൻ 9th ക്വസ്റ്റ്യൻ 35/50. 35/15 നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ 7/10 എന്ന് തന്നെയാണ് അത് വരുന്നത്. സോ 0.7. ലാസ്റ്റ് 10th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
77 ഡിവൈഡഡ് ബൈ 210 എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം ഡെസിമൽ എക്സ്പാൻഷൻ ചെയ്തു. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. Third question, the following are real numbers have decimal expansions as given below. In each case, decide whether they are rational or not. If they are rational and of the form p by q, what can you say about the prime factors of q? അതായത് ഇവിടെ നമുക്ക് 3 ഡെസിമൽ എക്സ്പാൻഷൻസ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഇത് റാഷണൽ നമ്പർ ആണോ അല്ലയോ എന്ന് പറയുക. ഇതിൽ ഈ 3 ഏതൊക്കെയാണ് റാഷണൽ നമ്പർ അല്ലാത്തത് എന്ന് പറയുക. റാഷണൽ നമ്പർ ആണെങ്കിൽ അതെന്താണെങ്കിലും ഒരു പി ബൈ ക്യൂ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ പി ബൈ ക്യൂ ഫോമിൽ ക്യൂവിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതും എഴുതണം. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് റാഷണൽസ് ഏതൊക്കെയാണ് ഇറാഷണൽസ് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 43.123456789 അവിടെ കൊണ്ട് ഇത് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു റാഷണൽ നമ്പറാണ്. കാരണം എന്താ, റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻസ് ഐദർ ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. സോ ഇവിടെ നമുക്കിത് ടെർമിനേറ്റിംഗ് ആയിട്ട് കിട്ടിയേക്കുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ ഇതൊരു റാഷണൽ നമ്പർ ആണെന്ന് പറയാം. ഇനി അതിൻ്റെ ക്യൂവിൻ്റെ നേച്ചർ അപ്പോൾ എന്തായിരിക്കും, റാഷണൽ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പി ബൈ ക്യൂ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ടെർമിനേറ്റിംഗ് ആയതുകൊണ്ട് ക്യൂവിൻ്റെ ഫോം എന്തായിരിക്കും, ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫാക്ടേഴ്സ് ഓഫ് 2 and 5 only. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതിയാൽ മതി, സിൻസ് it has terminating decimal expansion, terminating decimal expansion, terminating decimal expansion, it is a rational number. It is a rational number. It is a rational number. And ആ റാഷണൽ നമ്പറിൻ്റെ പി ബൈ ക്യൂ ഫോമിൽ എന്തായിരിക്കും, in the form p by q and q has factors of എന്തായിരുന്നു തീരം പറയുന്നത്, എന്തായിരുന്നു, ടെർമിനേറ്റിംഗ് ആണെങ്കിൽ ക്യൂവിൻ്റെ ഫാക്ടേഴ്സിൽ ഏതൊക്കെ മാത്രമേ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടാവുകയുള്ളൂ, 2 and 5. ഫാക്ടേഴ്സ് ഓഫ് 2 and 5 only. ഇതൊരു റാഷണൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് അതൊരു റാഷണൽ നമ്പർ ആണ്. സോ അതിൻ്റെ പി ബൈ ക്യൂ ഫോമിൽ എന്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, 2 and 5 only. ഇനി സെക്കൻഡ് നമ്പർ എടുക്കാം നമുക്ക്. അത് ക്ലിയർലി നോക്കുമ്പോൾ തന്നെ അറിയാം എന്താ, 0.120 1200 12000 1200000 എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ടെർമിനേറ്റിങ്ങും അല്ല അതുപോലെ തന്നെ റിപ്പീറ്റിങ്ങും അല്ല, അല്ലേ, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണ്. സോ ഇതെന്ത് നമ്പർ ആയിരിക്കും, ഇതൊരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. സിൻസ് നമ്പർ എടുത്ത് എഴുതാം 120 12000 12000 12000 കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇവിടെ എന്താ എഴുതേണ്ടത്, സിൻസ് ഇറ്റ് ഹാസ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റ് ചെയ്യുന്നുമില്ല ടെർമിനേറ്റ് ചെയ്യുന്നുമില്ല, നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ, decimal expansion, therefore it is an irrational number. It is an irrational number. ഇറാഷണൽ നമ്പറിനെ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ക്യൂവിൻ്റെ ഫാക്ടേഴ്സിനെ പറ്റി ഇവിടെ പറയുകയും വേണ്ട. റാഷണൽ ആണെങ്കിലാണ് ക്യൂ പി ബൈ ക്യൂവിലെ ക്യൂവിൻ്റെ ഫോം എങ്ങനെയാണെന്ന് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. Last question, 43.123456789. ഫസ്റ്റ് ക്വസ്റ്റ്യനോട് സിമിലർ ആണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബാർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താ, ഈ 1 2 3 4 5 6 7 8 9 എന്നുള്ളത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പോവുക. അതായത് ഈ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താ, നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റിപ്പീറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അതുകൊണ്ട് അതും എന്ത് തന്നെയായിരിക്കും, റാഷണൽ നമ്പർ ആയിരിക്കും. പക്ഷെ അവിടെ
ക്യൂവിൻ്റെ ഫോം എങ്ങനെയായിരിക്കില്ല, പി ബൈ ക്യൂ ഫോം എഴുതി കഴിയുമ്പോൾ ക്യൂവിൻ്റെ ഫാക്ടേഴ്സിൽ 2ഉം 5ഉം അല്ലാതെ വേറെയും പ്രൈം ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യാം. അപ്പം സിൻസ് it has non-terminating, since it has non-terminating but repeating decimal expansion, it is a rational number, number in the form P by Q, and Q has factors other than 2 and 5. Other than 2 and 5. ടെർമിനേറ്റിംഗ് ആണെങ്കിൽ ഫാക്ടേഴ്സ് 2ഉം 5ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെങ്കിൽ അത് റാഷണൽ നമ്പർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് 2ഉം 5ഉം മാത്രമല്ല വേറെ ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ എക്സസൈസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അത് ചില എക്സാമിന് ചോദിച്ചും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനോട് സിമിലർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ നോട്ട്സ് ആയിട്ടും തരും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.